മലപ്പുറം ചങ്ങരംകുളം സംസ്ഥാന പാതയിൽ വാഹനാപകടം. KSRTC ബസ് ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി നിർത്തിയിട്ട 4 ബൈക്കുകൾ തകർത്തു. വൻ ദുരന്തമൊഴിവായത് തലനാരിടയ്ക്ക്. മലപ്പുറം പൊന്നാനി കർമ്മ റോഡിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞു. വേങ്ങര സ്വദേശികൾ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടമുണ്ടായത് ഉച്ചയോടെ. തിരുവനന്തപുരം നെടുമങ്ങാട് ഗുണ്ടാ സംഘത്തിന്റെ വിരുന്ന് സൽക്കാരം തടയാൻ ശ്രമിച്ച പോലീസുകാരെ ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് കുപ്രസിദ്ധ ഗുണ്ടാസ് ചമ്പർ അനീഷും കൂട്ടാളികളും. കാപ്പ കേസിൽ റിമാൻഡിലായിരുന്ന അനീഷ് പുറത്തിറങ്ങിയത് കഴിഞ്ഞ 24-ന്. തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലെ ജീവപര്യന്തം തടവുകാരൻ ഹൃദയാഘാതം മൂലം മരിച്ചു. മലപ്പുറം തവനൂർ സെൻട്രൽ ജയിലിലായിരുന്ന വിശ്വനാഥനെ ചികിത്സാർത്ഥമാണ് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഭാര്യയും മകനും കൊല്ലപ്പെട്ട കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വിശ്വനാഥൻ കഴിഞ്ഞ 2 വർഷമായി ജയിലിലായിരുന്നു. തിരുവനന്തപുരം പാറശാലയിൽ കോഴി ഫാം നടത്തുന്ന വീട്ടിൽ മോഷണം. 5 ലക്ഷത്തോളം രൂപയും 2 മോതിരവും മോഷണം പോയി. പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടി. പിടികൂടിയത് 3 ലക്ഷം രൂപ വില വരുന്ന 20 ചാക്ക് പാൻ മസാല ഉൽപ്പന്നങ്ങൾ. കേസിൽ ആനാട് സ്വദേശി പ്രമോദ് പിടിയിൽ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ BSNL പ്രവർത്തിക്കുന്ന കെട്ടിട പരിസരം വൃത്തിയാക്കി. ജില്ലാ ഓഫീസിൽ നിന്നും കരാറെടുത്ത ഏജൻസിയാണ് ഓഫീസ് പരിസരം വൃത്തിയാക്കിയത്. നടപടി കേരള വിഷൻ വാർത്തയെ തുടർന്ന്. തിരുവനന്തപുരം കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ കർണാടക പോലീസിന്റെ പരിശോധന അഡീഷണൽ CJM കോടതിയുടെ നിർദ്ദേശപ്രകാരം. അന്വേഷണം ബാംഗ്ലൂർ മല്ലേശ്വരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ. എറണാകുളം സീപോർട്ട് എയർപോർട്ട് റോഡ് നവീകരണം നീണ്ടുപോകുന്നതിൽ പ്രതിഷേധം ശക്തം. സ്ഥലം നഷ്ടപ്പെടുന്നവർ കളക്ടറേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ സാജിദ നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി ഇനിയും വൈകിയാൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരിക്കെതിരെ ബഹുജന വിളംബര യാത്രയും സംഗമവും സംഘടിപ്പിക്കും. പരിപാടി ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടക്കൽ മണ്ഡപം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കോട്ടക്കൽ മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ PDP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. PDP സംസ്ഥാന വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ സ്പോർട്സ് വെയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 26-ന് നടക്കും. സമ്മേളനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ കുറിച്ചിയിൽ നേത്ര ചികിത്സയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് മഹാലക്ഷ്മി സ്വയം സഹായ സംഘം, ചൈതന്യ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ. ഗ്രാമപഞ്ചായത്ത് അംഗം BR മഞ്ജീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനകീയ പ്രതിരോധ സമിതി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകർ ഡോക്ടർ PM മത്തായി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
കോട്ടയം കുമരകം കലാഭവനിൽ ONV കുറുപ്പിന് സ്നേഹാദരവുമായി പാട്ടുകൂട്ടം. പരിപാടി സംഘടിപ്പിച്ചത് മലയാണ്മയുടെ കാവ്യസൂര്യൻ എന്ന പേരിൽ. സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് അംബരീഷ് ജി വാസു ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ പഠനത്തിലും കായിക മത്സരങ്ങളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെയിംസ് വേഷ്ണാൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടിയിൽ എഴുത്തുകാരുടെ രചനാ സമാഹാരമായ ഒരു ദേശം ജീവിതം വായിക്കുന്നു എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. കൊല്ലം ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി M സുൽഫിഖാൻ റാവുത്തർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ AKTA മേത്തല യൂണിറ്റിന്റെ 25ാമത് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അൻസിയ റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് ചന്ദ്രൻ നന്ദിലത്തിനെ ആദരിച്ചു. ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ പൊന്നാടയണിയിച്ചു. തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു.